റോഡ് അപകടങ്ങളിലും കേരളം ഒന്നാമതാണ്. പാർലമെന്റിൽ റോഡ് അപകടങ്ങളുടെ കാര്യത്തിൽ ലോകത്തെ ഏറ്റവും മോശം റെക്കോർഡുള്ള രാജ്യമാണ് നമ്മുടേതെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ലോകസഭയിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞ അതേ ദിവസമാണ് നമ്മുടെ പാലക്കാട് അപകടമുണ്ടാകുന്നത്. 4 കുട്ടികൾ സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന 4 കുട്ടികളാണ് അന്ന് പനയംപാടം അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. അവരുടെ മുകളിലേക്ക് ലോറി മറയുകയായിരുന്നു. അങ്ങനെ ജീവൻ പൊലിഞ്ഞ ആ കുഞ്ഞുങ്ങളെ ഓർത്ത് അത് കഴിഞ്ഞും നമുക്കറിയാം. അതിനുശേഷമാണ് പത്തനംതിട്ടയിലേക്ക്, അതായത് വിവാഹം കഴിഞ്ഞ് മലേഷ്യയിൽ ഹണിമൂൺ കഴിഞ്ഞ് അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ ഏതാനും ദിവസങ്ങൾ വേണ്ടി മാത്രം കേരളത്തിൽ ചെലവഴിക്കാൻ വന്ന നവദമ്പതികൾ അവരുടെ 2 പേരുടെയും അച്ഛന്മാരും ചേർന്ന ഒരു 4 പേർ സംഘം വീട്ടിലേക്കുള്ള യാത്രയിൽ, അതായത് എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രയിൽ അവരുടെ ജീവൻ ശബരിമല തീർത്ഥാടകരുമായിട്ട് പോയി മടങ്ങി വരികയായിരുന്ന ബസ്സിൽ ഇടിച്ചാണ് ആ 4 പേരുടെയും മരണം സംഭവിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും റോഡിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടായി കേരളം മാറുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം അപകടങ്ങൾ? ആ പത്തനംതിട്ടയിലെ അപകടങ്ങൾ നടന്ന് ഇതെല്ലാം ഇങ്ങനെ തുടർച്ചയായിട്ട് കണ്ട ആ ദിവസമാണ് അമേരിക്കയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ആനി മാത്യുവിനെ ഞാൻ കാണുന്നത്. അവർ അത്ഭുതപ്പെടുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയധികം റോഡ് അപകടങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നത്? ഞാൻ ആനിയോട് പറഞ്ഞു, ആനി, ഒരുപാട് കാരണങ്ങളുണ്ട്. റോഡ് വളരെ മോശമാണ് കേരളത്തിൽ. അതുപോലെ തന്നെയാണ് വാഹനങ്ങളുടെ ഡെൻസിറ്റിയും കേരളത്തിൽ വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറയുമായിരുന്നു, അമേരിക്കയിലുള്ളത്ര വാഹനങ്ങളുടെ എണ്ണം കേരളത്തിൽ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, ശരിയാണ്, ഞാൻ അതിലേക്ക് വരാം. പക്ഷേ ഇവിടുത്തെ റോഡല്ലല്ലോ അമേരിക്കയിലെ റോഡ്. അങ്ങനെ ഞങ്ങളൊരു ചെറിയ താരതമ്യം മാത്രം നടത്തി അന്നേരം വഴി മാറുകയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ തന്നെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ ഇൻസിഡൻറ്റ് ഞാനിവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറയുകയാണ്. അതായത് വാഹനാപകടങ്ങൾ, റോഡ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കടന്നു പോകുമ്പോൾ പോലും നാം ക്ഷണിക്കാതെ തന്നെ വാഹനാപകടങ്ങൾ വന്നു ചേരുകയും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ നിരവധിയാണ് കേരളത്തിലെ. അതിൻ്റെ ഒരൊറ്റ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. എൻ്റെ മൂത്ത മകൻ സന്ദീപ് ജോർജ്, അവനിപ്പോൾ അമേരിക്കയിൽ എൻജിനീയറാണ്. അവന് 12ാം ക്ലാസ് കഴിഞ്ഞ് IIT എൻട്രൻസ് ടെസ്റ്റിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് വീട്ടിൽ നിന്ന് കാറുമായി പുറത്തേക്ക് പോകുന്നത്. അവൻ്റെ 4-5 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. പരുത്തിപ്പാറ എത്തുമ്പോഴാണ് ഇതുപോലെ, അതായത് ഈ നമ്മൾ പറഞ്ഞ പത്തനംതിട്ടക്കാർ 4 പേര് വന്നു എന്ന് പറയുന്നത് പോലെ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് മടങ്ങി എത്തുന്നവരെ കൂട്ടാൻ പോയ ഒരു കാറ് ഇവർക്ക് എതിർവശത്ത്, അതായത് എയർപോർട്ടിൽ നിന്ന് വരുന്നു. ഈ പറയപ്പെട്ടതുപോലെ ഇതിനകത്ത് ഈ പത്തനംതിട്ടയിലേക്ക് പോയ കാറ് ഉറക്കം കൊണ്ടാണ്, അതിലെ ഒരാൾ, കാർ ഡ്രൈവ് ചെയ്തിരുന്ന ആൾ ഉറങ്ങിയത് കൊണ്ടാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത് എന്നാണ് എതിർവശത്ത് വന്ന ബസ്സിന്റെ ഡ്രൈവറൊക്കെ പറയുന്നത്. കാരണം ആ കാറിലുണ്ടായിരുന്ന 4 പേരും മരിച്ചു. അതുകൊണ്ട് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാൻ അതിനകത്ത് ആരും അവശേഷിച്ചില്ല. അപ്പം എതിരെ വന്ന ആ ബസ്സുമായിട്ടാണ് ഇത് കൂട്ടിയിടിക്കുന്നത്. അവർ പറഞ്ഞു അങ്ങനെ ഉറങ്ങിപ്പോയതാണ്. അപ്പം ഇതുപോലെ പത്തനംതിട്ടയിൽ നിന്ന് വന്ന ഒരു കാറ്, ആ കാറാണ് എയർപോർട്ടിൽ പോയി ആളെ പിക്ക് ചെയ്ത് തിരിച്ചു പോകുന്ന വഴിക്ക്, ഇത് രാവിലെ ഒരു 7:30-8 മണിയോടായ സമയത്താണ് പരുത്തിപ്പാറ വെച്ചിടിക്കുന്നത്. ഇടിച്ച് എന്ത് സംഭവിച്ചു എന്നല്ലേ, എൻ്റെ മകൻ്റെ കാൽമുട്ട് പൊട്ടി എന്ന് പറഞ്ഞാൽ വലിയ തരത്തിലുള്ള ഒരു അപകടമായിരുന്നു. അംബാസഡർ കാർ ആയിരുന്നത് കൊണ്ടാണ് മകൻ അന്ന് രക്ഷപ്പെട്ടത്. അത്ര വലിയ ഇടിയാണ് ഇടിച്ചത്. കാരണം അന്ന് 1990-91 കാലത്ത് ഞങ്ങൾ 30,000 രൂപ വണ്ടിക്ക് വേണ്ടി മുടക്കേണ്ടി വന്നു അത് നന്നാക്കി എടുക്കാൻ. അപ്പോൾ ഓർമ്മിക്കാമല്ലോ ആ അപകടം എത്ര രൂക്ഷമായിരുന്നു എന്ന്. അതിനുശേഷം അവന് IIT എഴുതുന്നത് ക്രച്ചസിലാണ്. അവൻ IIT പരീക്ഷ എഴുതിയത്. എന്നിട്ട് അവൻ വിചാരിച്ചത്ര റാങ്ക് മേടിക്കുന്നത്, കാരണം പഠനം ഉഴപ്പേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചത്ര റാങ്ക് കിട്ടിയില്ല. റാങ്ക് 700-നും 800-നും ഇടയ്ക്കുള്ള റാങ്കാണ് കിട്ടിയത്. ആ റാങ്ക് കൊണ്ട് അവൻ ആഗ്രഹിച്ചിരുന്ന മെക്കാനിക്കൽ എൻജിനീയറിംഗ് മദ്രാസ് IITയിൽ കിട്ടില്ല എന്ന് വന്നു. ഇനി ഇൻ്റർവ്യൂവിന് പോയത് അവനല്ല, അവൻ്റെ പപ്പയാണ്. കാരണം അവന് പോകാൻ പറ്റുമായിരുന്നില്ല. അപ്പോഴൊക്കെ അവന് നടക്കാനോ ഒന്നും, പിന്നെ മാസങ്ങൾ കഴിഞ്ഞാണ് നടക്കാൻ തുടങ്ങുന്നത്.
അപ്പോൾ അങ്ങനെ IIT ചെന്നപ്പോൾ ആ സാറുമാർ തന്നെ പറഞ്ഞു, ഇവിടെ മെക്കാനിക്കൽ കിട്ടില്ല, സ്പേസ് എഞ്ചിനീയറിംഗ് കിട്ടും. അത് അവന് താല്പര്യമില്ലെന്ന് അറിയിച്ചപ്പം അങ്ങനെയാണെങ്കിൽ വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്നതിനേക്കാൾ ഭേദം അവിടെ നിന്നൊരു പ്രശ്നം, അതായത് വടക്കേ ഇന്ത്യക്കാർക്ക് ദക്ഷിണേന്ത്യക്കാരോടുള്ള ഒരു ചെറിയ പക എപ്പോഴും IITകളിൽ പോലും ടീച്ചേഴ്സിനൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് സൂറത്കൽ RECയിൽ ഇപ്പോഴത്തെ NIT ചേർന്നാൽ മതി. അത് വലിയ സ്റ്റാൻഡേർഡുള്ള മദ്രാസ് IITയുടെ പോലെയോ അതിനേക്കാൾ ഉയർന്ന മാർക്കിംഗ് ഉള്ള റാങ്കിങ് ഉള്ള NIT ആണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചേർന്ന് പഠിക്കുകയായിരുന്നു. അത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെ അവിടെ ചേർന്ന് പഠിക്കേണ്ടി വന്നതുകൊണ്ട് BTech കഴിഞ്ഞപ്പോൾ GRE എഴുതിയാണ് പിന്നെ ഹയർ സ്റ്റഡീസിന് അമേരിക്കയിൽ പോകേണ്ടി വന്നത്. അതേസമയത്ത് IITയിൽ തന്നെ അവൻ ചേർന്ന് പഠിച്ചു. ഈ അപകടം ഉണ്ടായില്ലായിരുന്നെങ്കിൽ അവൻ നല്ല റാങ്കോടെ IITയിൽ നിന്ന് പാസ്സാകുമായിരുന്നു. അങ്ങനെ പാസ്സായിരുന്നെങ്കിൽ അവന് IITയിൽ നിന്ന് നേരെ അമേരിക്കയിൽ ഹയർ സ്റ്റഡീസിന് പോകാമായിരുന്നു. ഇത് വീണ്ടും GRE എഴുതുകയും ഒക്കെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞയക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ഡയറക്ഷൻസ്, നമ്മുടെ ലക്ഷ്യങ്ങളെ വഴിമാറ്റി വിടുന്ന തരത്തിലുള്ള അപകടങ്ങൾ. ഇത്തരത്തിലുള്ള അപകടങ്ങളാണ് കേരളത്തിൽ നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ 4 കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞു. ആ മാതാപിതാക്കളുടെ ദുഃഖം എന്ന് തീരും എന്ന് നമുക്ക് പറയാനൊക്കില്ല. അങ്ങനെ നോക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ആനി മാത്യു എന്നോട് ചോദിച്ച ആ ചോദ്യം. അതായത് എൻ്റെ മകൻ ആക്സിഡൻ്റ് ആയ സമയത്ത് ഇത്ര അധികം ആക്സിഡൻറ്റ്സ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഓരോ വർഷവും ആക്സിഡൻറ്റ്സ് കൂടി വരികയാണ്. കാരണം എന്താണ്? കോൺട്രാക്ടേഴ്സിന് പണി കൊടുക്കുന്നു. കോൺട്രാക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? കോൺട്രാക്ടേഴ്സിന് കൊടുക്കുന്ന ഡിസൈനിലെ ക്വാളിറ്റിയിലല്ല റോഡുകൾ പണിയുന്നത്. പകരം അവരുടെ ലാഭം എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് ഓർക്കണം. അവരാരെയൊക്കെ പ്രീണിപ്പിക്കണം? ഭരിക്കുന്ന പാർട്ടിക്കാരെ പ്രീണിപ്പിക്കണം. അല്ലാതെയുള്ള രാഷ്ട്രീയ ആൾക്കാരെ, ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തെ രാഷ്ട്രീയക്കാരെ, അതൊക്കെ മേൽനോട്ടം നടത്തുന്ന ട്രാഫിക് പോലീസിനെ, ഇവരെയൊക്കെ പ്രീണിപ്പിച്ചിട്ട് വേണം ഈ കോൺട്രാക്ടേഴ്സിന് അതിൻ്റെ പണി പൂർത്തിയാക്കാൻ. അപ്പോൾ നാച്ചുറലി ആർക്കൊക്കെ കൈമടങ്ങ് കൊടുക്കുന്നുവോ അത്രയും തുക റോഡിൽ കുറച്ചേ വീഴുകയുള്ളൂ. കുറച്ച് സിമൻറ്റും കുറച്ച് മണലും മാത്രമാണ് റോഡിൽ വീഴുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു റോഡ് സേഫ്റ്റിക്ക് അനുസരിച്ച് എങ്ങനെയൊക്കെയാണോ സ്പെസിഫിക്കേഷൻസ് ഡിസൈനിൽ വരുന്ന ആ സ്പെസിഫിക്കേഷൻസ് പലതും ഫോർഗോ ചെയ്ത് മറന്ന് കയ്യിലുള്ള കാര്യങ്ങൾ കൊണ്ട് റോഡ് പൂർത്തിയാക്കുക. നമുക്കറിയാം, കിഫ്ബി വഴി, അതായത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ലിമിറ്റഡ് വഴി നടത്തിയ റോഡ് കൺസ്ട്രക്ഷൻ, ഞാൻ വയനാട് ജില്ലക്കാരിയായി തന്നെ എനിക്കറിയാം. 52-ാം വളവിൽ റോഡ് കൺസ്ട്രക്ട് ചെയ്ത് 1 മാസം കഴിയുന്നതിന് മുൻപ് ആ റോഡിൽ കുഴിയായ കാര്യം നമുക്ക് ഓർമ്മയുണ്ടാകും. അതുപോലെ തന്നെയാണ് കിഫ്ബിയുടെ ഫണ്ട് കൊണ്ട് തന്നെ, ഇത് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയുള്ള ഫണ്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൊണ്ട് തന്നെ തൃശ്ശൂരിൽ ചെയ്ത ഒരു സ്കൂൾ കെട്ടിടം അവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾ പോയി ഇങ്ങനെ കൈകൊണ്ട് ചുരണ്ടി, അതായത് പ്ലാസ്റ്റർ ചെയ്ത കെട്ടിടത്തിൻ്റെ ഭാഗത്തു നിന്ന് കൈകൊണ്ട് ചുരണ്ടി താഴെ ഇടുന്നത് നമ്മൾ കണ്ടതാണ്. അത്ര മോശമായ ക്വാളിറ്റിയിലാണ് കൺസ്ട്രക്ഷൻ, ഒരു സ്കൂളിൻ്റെ കൺസ്ട്രക്ഷനിൽ അതിനേക്കാൾ എത്രയോ മോശമായ കൺസ്ട്രക്ഷനാണ് റോഡുകളുടെ കാര്യത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇത്രയധികം റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ റോഡിലെ വെഹിക്കിൾസിൻ്റെ ഡെൻസിറ്റിയും കൂടി നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. ആ ഡെൻസിറ്റി കണക്കിലെടുക്കാത്തതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമായി തീരാറുള്ളത്. അതായത് വെഹിക്കിൾ ഡെൻസിറ്റി അനുസരിച്ച് നമ്മൾ കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കണം. അങ്ങനെ ആ ഓടിക്കുന്നതിൽ വരുത്തുന്ന മാറ്റം, ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഓൾ ഇന്ത്യ തലത്തിലുള്ള മോട്ടോർ വെഹിക്കിൾ ഡെൻസിറ്റി 1000 പേർക്ക് ശരാശരി എത്ര വാഹനങ്ങളുണ്ട്, അതിനെപ്പറ്റി വളരെ ചെറിയ തോതിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. അതായത് കേരളത്തിലെ 1000 പേർക്ക് 490 വെഹിക്കിൾസ് ഉള്ളപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ 246 വെഹിക്കിൾ ഉണ്ട് എന്നാണ് ഓൾ ഇന്ത്യ ട്രാഫിക് സ്റ്റാറ്റിസ്റ്റിക്സും കേരള ട്രാഫിക് സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് ഓൾ ഇന്ത്യ തലത്തിൽ 1000 പേർക്ക് 246 വാഹനങ്ങൾ ഉള്ളപ്പോൾ, അത് പക്ഷേ കാറാണെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിൽ 18 ഉള്ളൂ കേട്ടോ. 2 വീലേഴ്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. കേരളത്തിലേക്ക് വരുമ്പോഴേക്കും ഇത് 490 ആണ് എന്ന് നമുക്ക് കാണാം. പക്ഷെ കേരളത്തിലേക്കാൾ കൂടുതൽ ശരാശരി ഡെൻസിറ്റി കൂടുതലുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഉദാഹരണത്തിന് ഏതൊക്കെയാണ്? ചണ്ഡീഗഡ് 702 വാഹനങ്ങളാണ് 1000 പേർക്കുള്ളത്. അതിൽ 2 വീലേഴ്സും 4 വീലേഴ്സും 3 വീലേഴ്സും കാണും. ഓക്കെ. പുതുച്ചേരിയിലാണെങ്കിൽ 521 ആണ്. ഗോവയിലാണെങ്കിൽ
476 പക്ഷെ അതിലും മുകളിലാണ് നമ്മൾ 490 വാഹനങ്ങളുണ്ട്. അപ്പൊ കേരളത്തിൽ 490 വാഹനങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ആക്സിഡന്റ് പ്രോൺ ആയിരിക്കുന്നത്? അവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ റോഡുകളുടെ ദുരവസ്ഥയാണ്. അതായത് വീതി കുറഞ്ഞ റോഡുകളാണ്. അതിൻ്റെ ഒക്കെ കാരണം എന്താണ്? വീതി കുറഞ്ഞ റോഡുകൾ ഉണ്ടാവാൻ കാരണം ഇവിടുത്തെ ഡെൻസിറ്റി കാരണം കൊണ്ട്, പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലായത് കാരണം കൊണ്ട്. നമ്മൾക്ക് കേരളത്തെ പറ്റി പറയുമ്പോൾ റൂർബൻ ഇക്കോണമി എന്നാ പറയാ, റൂറൽ അർബൻ എന്ന വേർതിരിവില്ലാത്ത ഇക്കോണമി. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റൂർബൻ ഇക്കോണമി എന്ന് പറയേണ്ടി വരുന്നത്. അപ്പം അങ്ങനെയുള്ള വളരെ തിങ്ങി തിരക്കി ആൾക്കാർ ജീവിക്കുന്ന ഈ നാട്ടില് റോഡുകൾക്ക് ഭൂമി വിട്ട് കിട്ടണമെങ്കിലോ റിയൽ എസ്റ്റേറ്റിന്റെ വില ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ ഏറ്റവും ഉയർന്ന റിയൽ എസ്റ്റേറ്റ് വില കാരണം കൊണ്ട് ഗവൺമെന്റ് ഭൂമി ഏറ്റെടുത്ത റോഡിന് 30 മീറ്റർ വീതി, 40 മീറ്റർ വീതി, അതായത് പല കണക്കുകളും പറയുന്നത് കേരളത്തിലെ റോഡുകളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 60 മീറ്റർ വീതി വേണ്ട റോഡുകൾക്ക് വീതി വേണ്ട അതാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ. അത് പ്രത്യേകിച്ച് വലിയ സിറ്റികളിൽ, കേരളത്തിലെ വലിയ സിറ്റികളിൽ. പക്ഷേ അവിടെയൊക്കെ 30 മീറ്ററോ അതിൽ താഴെയോ, 30 മീറ്റർ കൂടിയ റോഡുകൾ അപൂർവമായി മാത്രമേ കേരളത്തിലുള്ളൂ. ഈവൻ നാഷണൽ ഹൈവേസ് പോലും 40 മീറ്റർ വേണമെന്ന് നിർബന്ധം പിടിക്കുമ്പോഴും കേരളം വേണ്ട, അത് 30 മീറ്ററിലേക്ക് ഒതുക്കണം എന്ന് വഴക്കടിച്ച് 30 മീറ്ററിൽ ഒതുക്കുന്ന അവസ്ഥയാണ്. കാരണം ഭൂമി കണ്ടെത്തുക എന്നത് ആണ് ഏറ്റവും വലിയ കാരണം. ഇപ്പോൾ നാഷണൽ ഹൈവേ ആണെങ്കിലും സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിലും ഈ പറയപ്പെട്ടതിനൊക്കെ ഭൂമി ഏറ്റെടുക്കണമല്ലോ. ആ ഭൂമി ഏറ്റെടുത്ത് കൊടുത്താലേ നാഷണൽ ഹൈവേ ആണെങ്കിലും അവർ നാഷണൽ എക്സ്പെൻഡിച്ചറിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കും. അപ്പോൾ ഈ ഭൂമി ഏറ്റെടുക്കുക എന്നുള്ള വലിയ ചെലവേറിയ കാര്യമാണ് കേരളത്തിൽ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 30 മീറ്ററിൽ റോഡ് കൺസ്ട്രക്ഷൻ മതി, അതുപോലെ ഫുട്പാത്ത് വേണോ, നിവൃത്തി ഉണ്ടെങ്കിൽ ഫുട്പാത്ത് ഇല്ലാത്ത റോഡുകൾ, ഇതൊക്കെയാണ് കേരളത്തിൻ്റെ ഇതൊക്കെ തന്നെയാണ് വൻ ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന കാര്യം നാം ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. MC റോഡിൽ തന്നെ ഇപ്പോഴുള്ള ഓടുന്ന വണ്ടികളുടെ എണ്ണം ഞാൻ പറഞ്ഞല്ലോ, 1000 പേർക്ക് 490 വെഹിക്കിളാണ് കേരളത്തിന്റെ ശരാശരി ഡെൻസിറ്റി. അത് ഇന്ത്യയിലെ 3ാമത്തെ വലിയ ഡെൻസിറ്റി ആണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും മോശം റോഡുകളിൽ ഒന്നാണ് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ. അപ്പൊ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ ഡെൻസിറ്റിയുള്ള 2 സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവിടുത്തെ റോഡ് കണ്ടീഷൻ നമുക്ക് ഇവിടുന്ന് നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ തന്നെ അറിയാം റോഡുകൾ എത്ര വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ കർണാടകത്തിലേക്ക് ചെന്നാലും അറിയാം അവിടുത്തെയും ഇവിടുത്തെയും റോഡുകൾ തമ്മിൽ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്. ചുരുങ്ങിയ ജോഗ്രാഫിക്കൽ ഏരിയ, ആകെ 38,000 സ്ക്വയർ കിലോമീറ്റർ ആണ് നമ്മുടെ ജോഗ്രാഫിക്കൽ ഏരിയ. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 800-ലധികം പേരാണ് കേരളത്തിൽ താമസമുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡെൻസിറ്റി കാരണം കൊണ്ട് തന്നെ റോഡുകളുടെ വീതി കൂട്ടലിന് ചെലവേറും. അതുകൊണ്ട് തന്നെ 2000 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ വർഷങ്ങളിലും കേരളം ധനപ്രതിസന്ധിയിലാണ്. ആ ധനപ്രതിസന്ധി ആക്കം കൂടി ഇപ്പൊ നമുക്ക് കടത്തിന്റെ നിലയില്ലാ കയത്തിലേക്ക് നമ്മൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇവിടുത്തെ റോഡ് സേഫ്റ്റിയെ പറ്റി ആലോചിക്കുന്നത്. കണക്കുകൾ പറയുന്നു, ഇപ്പോൾ ഓടുന്ന വണ്ടിയുടെ കണക്കനുസരിച്ചാണെങ്കിലും റോഡിന്റെ വലിപ്പം 2.5 ഇരട്ടി കൂടണമെന്നാണ് ട്രാഫിക് റൂൾസ് അനുസരിച്ച് പറയുന്നത്. അതുപോലെ 50 പോയിന്റുകളില് 6 വരിപ്പാത ആവശ്യമുള്ളതുണ്ട്. 50 പോയിന്റ്, കേരളത്തിലെ 50 പോയിന്റുകളിൽ 6 വരിപ്പാത ആവശ്യമുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് 6 വരിപ്പാത ഇല്ലെന്ന് മാത്രവുമല്ല 30 മീറ്ററിൽ കൂടിയ റോഡുമല്ല ഉള്ളത് എന്നതാണ് അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് ഇത്രയധികം ആക്സിഡൻറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആക്സിഡന്റ് കൊണ്ടുണ്ടാകുന്ന മരണത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം. 2018 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ 1,86,375 റോഡ് ആക്സിഡൻസ് ആണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. 1,86,375 റോഡ് ആക്സിഡൻസ് ആണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ മരണസംഖ്യ 19,468 പേര് ഈ കാലഘട്ടത്തിൽ മരിച്ചു. 2022 വരെയുള്ള കാലഘട്ടത്തിനാണ് ഈ പറയുന്നത് കേട്ടോ. അതിനടുത്തത് പിന്നെ ഞാൻ പറയും. അതുപോലെ ഇഞ്ചുറി ആർക്കൊക്കെ 2,10,000, അതായത് 19,468 പേര് മരിച്ചു. കൂടാതെ 2,11,534 പേരാണ് ഇഞ്ചുവേർഡ് ആയത്, മുറിവേറ്റ് വലിയ കഷ്ടതയിലേക്ക് നീങ്ങിയത്.
അപ്പൊ ഇനി അത് കഴിഞ്ഞ് കേരള പോലീസിന്റെ വേറൊരു കണക്കും കൂടിയുണ്ട്. അത് 28 ജൂൺ 2023 വന്ന കണക്കാണ്. അതായത് 2018 മുതലുള്ള 6 വർഷം, നേരത്തെ പറഞ്ഞത് 2018 മുതലുള്ള 5 വർഷമാണ്. 2018 മുതലുള്ള 6 വർഷം റോഡ് ആക്സിഡൻസിൽ മരിച്ചത് 23,500 പേര്. മറ്റേ 5 വർഷം കൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞത് 19,468 പേരാണ്. അത് കഴിഞ്ഞ് ഒരു വർഷവും കൂടി കഴിയുമ്പോഴത്തേക്കും അത് 23,500 പേരായിട്ട് മാറിയിരിക്കുന്നു. അത് ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, ആദ്യത്തെ 48 മണിക്കൂറിൽ ഫ്രീ ട്രീറ്റ്മെന്റ് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ട്രീറ്റ്മെന്റ് വേണോ വേണ്ടയോ എന്നുള്ളത് ആരുടെ കുറ്റം കൊണ്ടാണ് എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ച് ഗവൺമെന്റിൽ നിന്നുള്ള ഫ്രീ ട്രീറ്റ്മെന്റ് പിന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്കറിയാം ഈ ഫിസിക്കൽ ക്രൈസിസുമായിട്ട് മുങ്ങിത്താഴുന്ന ഗവൺമെന്റ് എങ്ങനെ ഇത് അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയായിരിക്കും ആലോചിക്കുന്നത്. അല്ലെങ്കിൽ പലതരത്തിലുള്ള കടമ്പകൾ, ഈ കടമ്പകൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണോ എന്ന് പോലും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പിന്നെ ഖജനാവി പണമില്ല, അപ്പൊ എങ്ങനെ എടുത്തു കൊടുക്കും? അതുകൊണ്ട് തന്നെ ഒരു ഉദാഹരണം മാത്രം നോക്കിയാൽ മതി നമുക്ക്. കാരുണ്യ ലോട്ടറിക്ക് പിന്നെ 2000 കോടിയിൽ താഴെ 1921 കോടിയോ മറ്റാണ് കടമുള്ളത്. പക്ഷേ അതായത് കാരുണ്യ ലോട്ടറിയിലല്ല, കാരുണ്യ ബെനവളൻ സ്കീമിലെ ചികിത്സയ്ക്ക് ഏറ്റിരിക്കുന്ന മെഡിക്കൽ കോളേജുകളും സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്കും ആശുപത്രികൾക്കും കൊടുക്കേണ്ട കുടിശ്ശിക, ഗവൺമെന്റ് കൊടുക്കേണ്ട കുടിശ്ശിക, ആ കുടിശ്ശിക ഒക്കെ കൊടുക്കാനാണല്ലോ കാരുണ്യ ലോട്ടറി ഉള്ളത്. കാരുണ്യ ലോട്ടറിയും വഴി, കാരുണ്യ ലോട്ടറി മാത്രം വഴിയല്ല, ലോട്ടറി വഴി 12,686.99 കോടി കഴിഞ്ഞ വർഷം 2022-23 വർഷം, 24 കണക്ക് പുറത്തു വന്നിട്ടില്ല എന്തുമാത്രം എന്നുള്ളത്. കിട്ടിയിട്ട് പോലും ആ കുടിശ്ശിക കൊടുക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ല? ഗവൺമെന്റ് ലോട്ടറി വഴി കിട്ടിയ പണം കാരുണ്യ ലോട്ടറിക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിന് പകരം മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വകമാറ്റി ചെലവഴിച്ചതുകൊണ്ട്. അങ്ങനെ വകമാറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് നാം എന്തിനാണ് പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള സഹായം സമയത്ത് കിട്ടുമെന്ന്? അപ്പം ഈ ആക്സിഡന്റിൽ പെടുന്നവരൊക്കെ തന്നെ ഒന്നുകിൽ മരണത്തിന് കീഴടങ്ങുക, അതല്ലെങ്കിൽ ഈ 48 മണിക്കൂർ കെയർ കിട്ടിയാൽ, അതായത് നാട്ടുകാർ വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകും, അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോയി അടുത്തുള്ള ഹോസ്പിറ്റലിലാക്കും, അവിടെ നിന്ന് കിട്ടുന്ന പ്രാഥമിക ചികിത്സകൾ കിട്ടും. ഇതൊക്കെ തന്നെയായിരിക്കും 48 മണി, അല്ലാതെ പക്ഷെ എല്ലാ സംസ്ഥാനത്തും ട്രോമ കെയർ യൂണിറ്റ് വേണ്ടതാണ്. അതുപോലെയുള്ള സൗകര്യങ്ങളും അതുപോലെ സൗജന്യ ചികിത്സ, പിന്നെ അവരുടെ അർഹത അനുസരിച്ചെങ്കിലും സൗജന്യ ചികിത്സ, ഇതൊക്കെ ലഭ്യമാക്കുകയാണെങ്കിൽ ആക്സിഡൻസ് സംഭവിച്ചാലും അതിന്റെ എന്താ പറയുക, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്സിഡന്റിൽപ്പെട്ടവർ ജീവിക്കുന്നതിനേക്കാൾ ഭേദം അവർ നല്ല രീതിയിൽ അധ്വാനിച്ച് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് കഴിയണം. ആ തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായം ഒക്കെ കൊടുക്കണമെങ്കിൽ ട്രോമ കെയർ യൂണിറ്റും മറ്റതുപോലുള്ള എല്ലാ സജ്ജീകരണങ്ങളും സജ്ജമായിരിക്കണം. അതൊന്നും നമ്മുടെ നാട്ടിൽ ലഭ്യമല്ല. അതുകൊണ്ടാണ്, അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ കാരുണ്യ ബെനവളൻ സ്കീമിന്റെ കാര്യം പറഞ്ഞത്. കെ എം മാണി ധനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആ സ്കീം കൊണ്ടുവരുന്നത്. അങ്ങനെ കാരുണ്യ ലോട്ടറി വഴിയായിട്ട് തന്നെ സമാഹരിക്കുന്നുണ്ട് അതിനാവശ്യമുള്ള പണം. പക്ഷെ ആ പണം പോലും മറിച്ച് ചെലവഴിക്കുന്ന ഗവൺമെന്റിനോടാണ് നമ്മളിപ്പോൾ ആക്സിഡന്റിൽപ്പെട്ടത് ആരുടെ കുറ്റം കൊണ്ടാണ്? അവനവന്റെ കുറ്റം കൊണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ KSRTC പോലെയുള്ള വണ്ടികളുടെ കുറ്റം കൊണ്ടാണെങ്കിൽ മാത്രമാണ് സർക്കാരിന് അതിനകത്ത് ഉത്തരവാദിത്വം വരുന്നത്. അല്ലെങ്കിൽ ഉള്ളത് ഉത്തരവാദിത്വം വ്യത്യസ്തമായ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടേണ്ടത്. ആക്സിഡന്റ് ഏത് രൂപത്തിലുണ്ടായ എവിടെ ഉണ്ടായാലും എല്ലാ ജില്ലകളിലും ട്രോമ കെയർ യൂണിറ്റുകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ റോഡ് സേഫ്റ്റി കമാൻഡോസ്. ഈ റോഡ് സേഫ്റ്റി കമാൻഡോസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസും, ട്രോമ കെയർ യൂണിറ്റും അതുപോലെ തന്നെ റോഡ് സേഫ്റ്റി കമാൻഡോസും, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് ഓരോ ജില്ലയിലും ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് സഹായം കിട്ടും. ഇമ്മീഡിയറ്റ് ആയിട്ട് സഹായം കിട്ടിയാൽ ഒരു പക്ഷേ എല്ലാവരും തന്നെ അതിൽ നല്ല ഒരു ഭാഗവും നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നവരായിരിക്കും. സമയത്ത് കെയർ കിട്ടാത്തത് കൊണ്ട്, ബ്ലഡ് നഷ്ടപ്പെട്ടത് കൊണ്ട്, മറ്റതുപോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ പലർക്കും മരിച്ചില്ലെങ്കിൽ പോലും നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ പോകുന്നു. ഇതൊക്കെ സർക്കാർ മനസ്സിലാക്കിക്കൊണ്ട് ഈ റോഡ് സേഫ്റ്റി കണ്ടീഷൻസ് മെച്ചപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ യാത്രക്കാർ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഓൾ ഇന്ത്യ തലത്തിൽ 246 വെഹിക്കിൾസ് ഉള്ളപ്പോൾ കേരളത്തിൽ 490 അതോ
ആനി മാത്യു എന്നോട് പറയുകയായിരുന്നു, അമേരിക്കയിലാണെങ്കിൽ 535 വാഹനങ്ങളാണ് 1000 പേർക്കുള്ളതെന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, കേരളവും പിന്നെ അമേരിക്കയും തമ്മിലുള്ള ഒരു താരതമ്യം നിങ്ങൾ നടത്തി നോക്കൂ. അമേരിക്ക എന്ന് പറയുന്നത് വലിയ ജോഗ്രാഫിക്കൽ ഏരിയ ഉള്ള രാജ്യമാണെന്ന് മാത്രമല്ല, റോഡുകൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ പിന്നെ വീഡിയോസ് ടി വിയിലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വളരെ വിസ്തൃതമായ റോഡുകളാണ്, 60 മീറ്ററും അല്ല അതിനേക്കാളൊക്കെ വിസ്തൃതമായ റോഡുകൾ. അപ്പൊ അത്തരം വിസ്തൃതമായ റോഡുകളുള്ള അമേരിക്കയിൽ 535 അല്ല 835 ആണ് 1000 പേർക്കുള്ള വാഹനങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ പോലും ഇതുപോലെ ആക്സിഡൻസ് ഉണ്ടാവുകയില്ല. ട്രാഫിക് റൂൾസും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ട്രോമ കെയർ യൂണിറ്റുകളും ഫുഡ് സേഫ്റ്റി കമാൻഡോ യൂണിറ്റ്സും ഒക്കെ അവിടെ വളരെ വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്നതുമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അമേരിക്കയുമായിട്ട് ഒരു താരതമ്യം പോലും നമുക്ക് കേരളത്തിലേക്ക് ഇല്ല എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ കേരളത്തില് ജീവിക്കുന്ന നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ അതോറിറ്റീസ്, നമ്മുടെ ട്രാഫിക് പോലീസും അതുപോലെ ഉള്ള മേഖലകളിൽ ഒക്കെ പ്രവർത്തിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? കേരളത്തിലെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇതാണ്, കേരളത്തിലെ ഡെൻസിറ്റി ഓഫ് വെഹിക്കിൾസ് ഇതാണ്, പക്ഷേ കേരളത്തിന്റെ റോഡ് സിറ്റുവേഷൻ വളരെ മോശമാണ്. അത് അറിഞ്ഞുകൊണ്ട് ഇപ്പൊ നമുക്കറിയാം AI ക്യാമറയുടെ ഒക്കെ സഹായത്തോടു കൂടി ആക്സിഡൻസും അതുപോലെ ഈ നിയമം തെറ്റിച്ച് പിന്നെ ഓവർ സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾ, ഏത് തരത്തിലുള്ള നിയമവും തെറ്റിക്കുന്ന വാഹനങ്ങളെയൊക്കെ ട്രാപ്പ് ചെയ്യാനൊക്കെ അതും ഇപ്പൊ വെള്ളത്തിലാണ് കേട്ടോ. അതായത് കെൽട്രോണിന് കൊടുക്കേണ്ട കുടിശ്ശികയെല്ലാം കിടക്കുകയാണ്. അതുകൊണ്ട് കെൽട്രോൺ ഇപ്പോൾ AI ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും വേണ്ട രീതിയിൽ ട്രാഫിക് കൺട്രോളോ അതിന്റെ കണ്ടുപിടുത്തങ്ങളോ നടത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കേരളത്തിന്റെ അവസ്ഥ. ഇതൊക്കെ നാം മനസ്സിലാക്കണം. നാം ജീവിക്കുന്ന സിറ്റുവേഷൻ ഇതൊക്കെയാണ്. നമ്മുടെ റോഡ് സിറ്റുവേഷൻ ഇതാണ്, വെഹിക്കിൾ സിറ്റുവേഷൻ ഇതാണ്, ഗവൺമെന്റ് സിറ്റുവേഷൻ ഇതാണ്. അതുകൊണ്ട് എൻ്റെ ജീവൻ എൻ്റെ കയ്യിൽ എന്ന് വിചാരിച്ച് നടക്കുക. അതുപോലെ വളരെ അത്യാവശ്യമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു ദിവസം എന്താണ് നമ്മുടെ ആലപ്പുഴ ഉണ്ടായ ആക്സിഡന്റ്, അതായത് 7 പേർക്ക് കയറാവുന്ന വണ്ടിക്കകത്ത് 11 പേർ രാത്രിയിൽ സെക്കൻഡ് ഷോയ്ക്ക് പോയത് പിന്നെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവരുടെ ജീവൻ പൊലിഞ്ഞതിൽ നമുക്ക് ദുഃഖമുണ്ട്. അതിലൊരമ്മ തന്നെ ആ ഹോസ്റ്റലുകാർ അത് വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നു. പക്ഷെ ആ അമ്മയോട് ഞാൻ പറയുകയാണ്, ഞാനും അതുപോലെ ഒരു അമ്മയാണ്, ഞാൻ പറയുകയാണ്, നമ്മുടെ കുട്ടികളെ വളരെ കെയർഫുള്ളായിട്ട്, അതായത് വളരെ ചൊല്ലുവിളിയിലും മക്കളെ വളർത്തേണ്ട സമയത്ത് വളർത്താതിരുന്നിട്ടും കാര്യമില്ലെന്ന് ഓർക്കണം. അതായത് 6 മണി കഴിഞ്ഞ് ഹോസ്റ്റലിൽ വെളിയിൽ പോകാൻ പാടില്ലെന്ന് നിയമമുള്ള ഒരു ഹോസ്റ്റലിൽ 11 മണിക്കുള്ള ഷോയ്ക്ക് മതിൽ ചാടിയായിരിക്കുമല്ലോ അവർ പോയത്, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലായിരിക്കും. അങ്ങനെ പോകുന്നിടത്തെല്ലാം ഒരുപക്ഷെ വാർഡന് നോക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് അനുസരണം എന്നുള്ളത് കുട്ടിക്കാലം മുതലേ പഠിക്കണം. മാതാപിതാക്കളാണ് ആദ്യത്തെ ഗുരുനാഥന്മാര്. മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടത് പഠിച്ചു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം, ഇങ്ങനെ 7 പേരുള്ള വണ്ടിയിൽ 11 പേര് പോവുക, അത് 11 മണിക്കുള്ള ഷോയ്ക്ക് പോവുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ അനുസരണക്കേടിന്റെ ഒരു ലാഞ്ചന നമ്മൾ കാണുന്നില്ലേ? അങ്ങനെ അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് അവർക്കത് പറ്റിയെന്നോ അത് ഇല്ലെന്നോ അല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും വലിയ ദുഃഖമുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറയുകയാണ്, ഹോസ്റ്റൽ വാർഡന്റെ കയ്യിലും ഉണ്ട് കുറ്റം. അതായത് നൈറ്റ് വാച്ചറെ വെച്ച് കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആൺപിള്ളേരുള്ള ഹോസ്റ്റലില്ല. പെൺകുട്ടികൾ ഉള്ള ഹോസ്റ്റലാണെങ്കിൽ രാത്രി മതിൽ ചാടി പുറത്തു പോകത്തൊക്കെ തൻ്റെ ഇടം പെൺകുട്ടികൾ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ ആൺകുട്ടികളുള്ള ഹോസ്റ്റലിൽ തീർച്ചയായിട്ടും നൈറ്റ് വാച്ചേഴ്സിനെ വെച്ച് ഒന്നോ അതിലധികമോ നൈറ്റ് വാച്ചേഴ്സിനെ വെച്ച് ഇഷ്ടം പോലെ കുട്ടികളുടെ പൈസ മേടിക്കുകയല്ലേ ഇവരൊക്കെ. അപ്പൊ എന്തുകൊണ്ട് അവർക്ക് നൈറ്റ് വാച്ചേഴ്സിനെ വെച്ചുകൂടെ? നൈറ്റ് വാച്ചേഴ്സിനെ വെച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ 11 മണിക്കുള്ള ഷോയ്ക്ക് ഇങ്ങനെ പോകില്ലായിരുന്നു. അതുപോലെ തന്നെ 7 പേര് പോകേണ്ട വണ്ടിയിൽ 11 പേര് പോവുക. വണ്ടിയുടെ പഴക്കം എത്ര? 20 വർഷം കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ വെഹിക്കിൾസ് പൊളിക്കാൻ കൊടുക്കണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമെന്ന് ഓർക്കണം. 2021-22 ബജറ്റിൽ കൊണ്ടുവന്ന നിയമമാണ്. വ്യക്തികൾ ഉപയോഗിക്കുന്ന കാറുകളാണെങ്കിൽ 20 വർഷമായത് പരിശോധനയ്ക്ക് കൊടുക്കണം. പരിശോധന കൊടുത്ത് പക്കായാണെങ്കിൽ റീ രജിസ്ട്രേഷൻ എടുക്കാം. പക്ക അല്ലെങ്കിൽ അത് പൊളിക്കാൻ കൊടുക്കണം എന്നാണ് നിയമം. അതുപോലെ തന്നെ 15 വർഷമായ കമേഴ്ഷ്യൽ വെഹിക്കിൾസ് അതും പരിശോധനയ്ക്ക് കൊടുക്കണം. പക്കായാണെങ്കിൽ റീ രജിസ്ട്രേഷൻ എടുത്ത് കുറച്ചുകൂടെ ഓടാം. ഇല്ലെന്നുണ്ടെങ്കിൽ അതും പൊളിക്കാം. 15 വർഷമായ കമേഴ്ഷ്യൽ വെഹിക്കിളും പൊളിക്കാൻ കൊടുക്കണമെന്ന് നിയമമുള്ള ഒരു രാജ്യമാണിത്. അപ്പോൾ ഈ പറയപ്പെട്ട ഈ കുട്ടികൾ പോയ 7 പേര് കയറാവുന്ന വണ്ടിക്കകത്ത് 11 പേര് കയറിപ്പോയി എന്ന് പറഞ്ഞാൽ ആ വണ്ടിയുടെ വയസ്സ് എത്രയായി? ഇതൊക്കെ കണക്കിലെടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ
നല്ല ചെല്ലുവിളിയിൽ തന്നെ വളർത്തണം. ഇന്നത്തെ കാലത്ത് ചെല്ലുവിളിയിൽ വളർത്താൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു 5 വയസ്സൊക്കെ കഴിഞ്ഞാൽ കുറച്ചൊക്കെ അനുസരണക്കേട് കാണിക്കാൻ തുടങ്ങും. അപ്പോഴും ചൂരൽ വെച്ചിരിക്കണം. സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് എന്നുള്ള ചൊല്ല് ഓർത്തിരുന്നുകൊണ്ട് തന്നെ കുട്ടികളെ വേണ്ട രീതിയിൽ ശിക്ഷിച്ച് തന്നെ വളർത്തിയാൽ എനിക്ക് തോന്നുന്നു ഇത്തരം അപകടങ്ങളിൽ, അതായത് നമ്മുടെ ഈ മെഡിക്കൽ കോളേജിൽ നടന്ന ആ അപകടം, അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മുടെ റോഡിൽ പൊലിയുന്ന ജീവനുകളെ പിടിച്ചു നിർത്താൻ ഇപ്പോൾ കഞ്ചാവ്, മയക്കുമരുന്ന്, മദ്യം ഇതൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മുടെ യുവാക്കളൊക്കെ, നോട്ട് യുവതി എന്ന് ഞാൻ പറയുന്നില്ല, യുവാക്കളുടെ യാത്രയും ഒക്കെ. അപ്പം പക്ഷെ അവിടെയും എല്ലാവരും ഇല്ല, കുറച്ചു പേര് മാത്രമാണ് ഇങ്ങനെയുള്ളവര്. വെൽ ബ്രോട്ടപ്പ് ആയിട്ടുള്ള കുട്ടികള് ഒരു കാരണവശാലും ഇതുപോലെ അഴിഞ്ഞാടി ജീവിതം തൊലച്ചു കളയുകയോ മറ്റുള്ളവരുടെ ജീവിതം തൊലയ്ക്കാൻ അവസരമുണ്ടാക്കുകയോ സൃഷ്ടിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് എന്നുള്ള അത് ഓർമ്മിക്കുക. കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അതായത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞുള്ള ആ ആദ്യ 5 വർഷം തന്നെ കുട്ടികളെ ശിക്ഷണത്തിന്റെ പാതയിലൂടെ നാം കൊണ്ടുപോകണം. ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിലോ അമേരിക്കയിലോ ഒന്നും കുട്ടികൾക്ക് ടെലിഫോൺ, സ്മാർട്ട് ഫോൺ വെച്ച് കളിക്കാനോ അങ്ങനെ ഒന്നുമുള്ള സമയങ്ങൾ ഒന്നും കൊടുക്കില്ല. അതൊക്കെ നിരോധിച്ചിരിക്കുകയാണ് അവിടെയൊക്കെ. അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികളെ അഴിച്ചുവിടാതെ നമ്മുടെ കുട്ടികളെയും വേണ്ട രീതിയിൽ കർശനമായി തന്നെ കുറച്ച് കരുതലോടെ ശിക്ഷണത്തിൽ വളർത്തണം. അങ്ങനെ വളർത്തി കൊണ്ടുവന്നാൽ മാത്രമേ ഇനി വരുന്ന സാഹചര്യങ്ങളിൽ കുറച്ചെങ്കിലും നമ്മുടെ ചൊൽപ്പടിയിൽ അവർ നിൽക്കുകയുള്ളൂ. കാരണം ഇനി വരാനിരിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി റവല്യൂഷൻ വളരെ പെട്ടെന്നാണ് ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അതിനനുസരിച്ച് എന്തൊക്കെ വരാനിരിക്കുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് പറ്റുന്നത്ര നമ്മുടെ കുട്ടികളെ കുറച്ച് ചെല്ലുവിളിയിലും മര്യാദയ്ക്കും ഒക്കെ വളർത്തുക. ഈ റോഡിന്റെ സേഫ്റ്റി ഇല്ലായ്മ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ റോഡിന്റെ സ്ഥിതി എന്താണ്, ഇവിടെ ഓടുന്ന വാഹനങ്ങളുടെ സ്ഥിതി എന്താണ്, എല്ലാ കാര്യങ്ങളെ പറ്റിയും കുട്ടികൾക്ക് വെറുതെ ഊണുമേശയ്ക്ക് ചുറ്റും ഇരിക്കുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായ കാര്യം പറയുന്നു. ആ കാര്യം പറയുമ്പോൾ മക്കളെ ഇതൊക്കെയാണ് ഈ ഇന്ത്യയിലെ, കേരളത്തിലെ ഒക്കെ സ്ഥിതി, റോഡിന്റെ സ്ഥിതി, വണ്ടികളുടെ സ്ഥിതി, ഓടിക്കുന്നവരുടെ സ്ഥിതി. അപ്പൊ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ വണ്ടി എടുത്ത് മുൻപോട്ട് പോകാനെന്നുള്ള ഒരു കൺക്ലൂഷനിൽ കുടുംബം ഒന്നിച്ചെത്തിച്ചേരുക. അങ്ങനെ ഒരു കൺക്ലൂഷനിൽ കുടുംബം ഒന്നിച്ചെത്തിച്ചേരുകയാണെങ്കിൽ കുട്ടിയുടെ മനസ്സിൽ അത് പലപ്പോഴും തികട്ടി വരും. വണ്ടി എടുക്കുമ്പോഴും കുട്ടിയുടെ മനസ്സിൽ അത് തികട്ടി വരും. മുതിർന്നവരുടെ മനസ്സിലും വരണം. അതുപോലെ തന്നെ നമ്മുടെ ട്രാഫിക് പോലീസും ഇത് മനസ്സിലാക്കണം. ഇവിടുത്തെ ഈ ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ അനുസരിച്ച്, റോഡിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഒക്കെ വേണം ട്രാഫിക് കൺട്രോൾസ്. അല്ലാതെ യഥാർത്ഥ കൺട്രോളും കൊണ്ട് എവിടെയെങ്കിലും അശ്രദ്ധമായിട്ടിരിക്കുകയല്ല വേണ്ടത്. ട്രാഫിക് പോലീസ് ജാഗ്രതയോടുകൂടി അവരുടെ കണ്ണുകളെ കണ്ണുകളാക്കി വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഈ ട്രാഫിക് അപകടങ്ങളിൽ ഒരു കുറവ് വരുത്താൻ നമുക്ക് കഴിയൂ. അല്ലെങ്കിൽ നാൾക്ക് നാൾ ട്രാഫിക് അപകടങ്ങൾ വർദ്ധിക്കുകയും അങ്ങനെ മരണസംഖ്യ ഉയരുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കേരളം മാറും. അങ്ങനെയാണ് കേരളത്തിന്റെ അവസ്ഥ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.